സോ ഹായ് ഗൈസ്, യു ഗൈസ് വാച്ച് ചെയ്യേണ്ട ആൻസർ വീഡിയോ എന്ന് പറയുന്നത് കാസർഗോൾഡ് അതിൻ്റെ ട്രെയിലർ റിയാക്ഷനാണ്. ആസിഫ് അലി സണ്ണിവേനെ കണ്ട് എനിക്ക് സണ്ണിവേനെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. സണ്ണിവേൻ്റെ ഒരു വൈബ് എനിക്ക് ഭയങ്കര ലൈക്കാണ്. സോ എന്താണെന്നുള്ളത് നമുക്ക് കണ്ടറിയാം. സ്റ്റാർട്ട് ചെയ്യാം. 3, 2, 1 സ്റ്റാർട്ട്. കേരളത്തിലെ വിമാനത്താവളങ്ങൾ കേന്ദ്രീകരിച്ച് സ്വർണ്ണക്കടത്ത് വീണ്ടും വ്യാപകമാകുന്നു. ഗോൾഡിന്റെ ബിസിനസ് അടിപൊളിയല്ലേ? ഒരിക്കലും നഷ്ടം വരില്ലല്ലോ. ആ കച്ചവടം നമുക്ക് സെറ്റ് ആവില്ല. പക്ഷേ ഈ സ്വർണ്ണത്തിന്റെ കളറുണ്ടല്ലോ, അതിന്റെ അതല്ലേ പെണ്ണുങ്ങളൊക്കെ വീഴുന്നത്. സത്യം. എന്തോ തരികട നടന്നുണ്ട്. ഞാൻ അവിടെ എത്തുമ്പോ അവര് സാധനം അടിച്ചു മാറ്റി പോയി. സാധനം കിട്ടാണ്ട് തറവാട്ട് കേട്ടില്ല. നീ നല്ലോണം നോക്ക്. ഒരു സാധനം ഇറങ്ങി പോകില്ലല്ലോ. സായിക്കെ ഇപ്പൊ തന്നെ നമ്മുടെ കുട്ടികളോട് ഇറങ്ങാൻ പറ. കാറിൽ വേറെ ആരോട്ട് കുറിച്ചാ ഇവനല്ലേ? ഇവരെന്നെ മൂർച്ച ഇങ്ങൊക്കെ ഒന്ന് നോക്കിക്കോളൂ. ഓൻ ബോർഡർ ഇറന്ന പിന്നെ കിട്ടൂലേ. मैं 2 दिन से सोया नहीं, मुझे अच्छे से सोना है. പാർട്ടി ഉണ്ട്. പിന്നെ പാർട്ടി പിന്നല്ലാണ്ട് നീ കളിക്കുന്നതാണോ, മുഹമ്മദ് കളിക്കുന്നതാണോ, അതോ ഇന്റെ ദോസ്ത് മോശം കളിക്കുന്നതാണോ? ആരാണ് ഇങ്ങനെ കളിക്കുന്നത്? സാധനം അതിർത്തി കടന്നിട്ടുണ്ട്. മംഗലാപുരം എത്തിയിട്ടുണ്ട് സാധനം. വിനായക വിനായകനെ സ്പെഷ്യലായിട്ട് എടുത്ത് കാണിക്കത്തില്ലേ? പോലീസോ? എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് പറ്റുന്നില്ല ഫൈസി. ഇനി ഇന്നെ തെരഞ്ഞ് ആരും വരില്ല അങ്ങോട്ട്. തിളച്ച വെള്ളത്തിൽ മുക്കി കൊല്ലണം. ആൽബിയുടെ മാസം ഡാൻസ് കാണാൻ പോകുന്നതേ ഉള്ളൂ. പല വേഷവും. അതാ സലോണേന്റെ അവിടെ കാസർഗോൾഡ്. ये कासरगोड है भाई. यहाँ गोल्ड भी हम है, गोल्ड भी हम है. ഇതിൽ ഇടയ്ക്കിടയ്ക്ക് മറ്റേ റെഡ് ബ്ലൂ ഗ്രീൻ RGB മറ്റേ സാധനമില്ലേ, അത് ഇടയ്ക്കിടയ്ക്ക് ഇടുന്നുണ്ടല്ലേ ഇടയ്ക്കിടയ്ക്ക്. മറ്റങ്ങനെ അങ്ങനെ 3-4 എണ്ണൊക്കെ ആയിട്ട് സംഭവം കുഴപ്പമില്ല കേട്ടോ. നല്ല രസമുണ്ട്, നമുക്ക് കണ്ടോക്കാം. ഒരു ചിൽ ടൈപ്പ് സാധനം. സണ്ണിവേനുണ്ട്, സൂപ്പറാണ്. ആസിഫ് അലിൻ്റെ കുഴപ്പമെന്ന് പറഞ്ഞാലേ എനിക്ക് മൂപ്പരൊരു ക്യൂട്ടായിട്ടാണ് തോന്നുക. അതെന്തറിയില്ല, അച്ഛൻ എന്ത് റഫ് ഇട്ടാലും ഇതിൽ അങ്ങനത്തെ സീൻ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ക്യൂട്ടായിട്ട് തോന്നടാ. അതെൻ്റെ കുഴപ്പം. അച്ഛടാ മോനെ, സുന്ദരി മോനെ. തലോണേൻ്റെ ഇടന്ന് ഒരു കത്തി കുത്തിയിട്ടൊരു സീനുണ്ട്. അത് ഞാൻ വിചാരിച്ചത് എന്തോ ഒരു വിയേഡായിട്ട് എനിക്ക് തോന്നിയേ. പിന്നെയാണ് ഞാനത് ഓരോ ഫ്രെയിമായിട്ട് നോക്കിയപ്പോഴാണ് മനസ്സിലായത് അത് അവിടെ ഒരു എഫക്റ്റ് കൊടുത്തതാണ്. ആക്ച്വലി ഇങ്ങനെയാണ് സാധനം സംഭവം. ഞാൻ വിചാരിച്ചാൽ എന്താ അങ്ങനെ ഒരു റെഡ് കളർ അവിടെ എന്താ വന്നത്, ഭയങ്കര ഒരു വൃത്തികേടായില്ലേന്ന്. എനിക്ക് മാത്രം തോന്നിയാണോ, നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ എന്ന് അറിയില്ല. സോ ഈ ട്രെയിലർ കണ്ടിട്ട് നിങ്ങളെ അഭിപ്രായം എന്താണെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു, കുഴപ്പമില്ല, നല്ല സാധനമാണ്. പിന്നെ നമുക്ക് കണ്ടോക്കാം എന്താ സംഭവം. ഗോൾഡ് സ്വർണ്ണക്കടത്ത് കാര്യങ്ങളൊക്കെ. അപ്പോൾ ഓക്കെ ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്, താങ്ക്സ് ഫോർ സപ്പോർട്ടിങ്. പിന്നെ കോമൻറ്റ് എന്തായാലും ചെയ്യാതാക്കാൻ മറക്കരുത്. അപ്പോൾ ഓക്കെ ബൈ.